ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആത്മീയ ശുശ്രൂഷയുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയായി ധന്യനായ പൗലോസ്ലീഹ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിന് ശേഷം പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും ത്യാഗം സഹിച്ച, കഷ്ടം ഏറ്റ, പീഡകൾ സഹിച്ച ശ്രേഷ്ഠനായ അപ്പോസ്തലനാണ് ധന്യനായ പൗലോസ്ലീഹ. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്തെന്നും എങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കപ്പെടണമെന്നും താൻ രേഖപ്പെടുത്തുകയാണ്. ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന നീതീകരണം, ആ നീതീകരണത്തെ തടയുവാൻ, ആ നീതീകരണത്തിനെ ചോദ്യം ചെയ്യുവാൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ശ്രേഷ്ഠമാണ്. ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതായ സംഗതികൾ ഒന്നും തന്നെ ഉണ്ടാകരുത് എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്നും, ആ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നും മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ ആ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തേശുവിലുമായുള്ള ആ ബന്ധത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയില്ല എന്ന് പൗലോസ്ലീഹ കൃത്യതയോടെ റോമവിശ്വാസികളോട് അറിയിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. എന്നാൽ കഷ്ടതയും സങ്കടവും ഉപദ്രവവും പട്ടിണിയും നഗ്നതയും ആപത്ത് വാള് ഇവയൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കരുത്. ഇതിലെല്ലാം നമുക്ക് ജയം തരുന്നത് നമ്മെ സ്നേഹിച്ച കർത്താവ് മുഖാന്തരമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലെല്ലാം ജയം തരുന്നതിൻ്റെ കാരണം യേശു ക്രിസ്തു ഇതിലെല്ലാം ജയിച്ചവനാണ്. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് മുൻപേ കഷ്ടം സഹിച്ച്, കഷ്ടം ഏറ്റ്, ആ കഷ്ടത്തിൽ നിന്ന് ജയം പ്രാപിച്ചവനാകയാൽ യേശുവിലൂടെയുള്ള ജയം നമുക്കും ലഭ്യമായിരിക്കുന്നു. കാൽവറി ക്രൂശിന്മേൽ ശത്രുവിൻ്റെ സകല ആയുധങ്ങളെയും കീഴ്പ്പെടുത്തിയ യേശുവിൻ്റെ ജയം നമുക്ക് ഇന്നത്തെ ദിവസം നൽകുന്നു. അതിനാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ വേദനകൾ, ജീവിതത്തിൻ്റെതായ പ്രതികൂല ശക്തികൾ, ഇതിലെല്ലാം നമുക്ക് പൂർണ്ണ ജയം തരുന്നത് യേശുവിൻ്റെ ക്രൂശിൻ്റെ ശക്തിയാണ്. ക്രിസ്തേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ജയിച്ച ജയാളിയായ കർത്താവ്, മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ്, ആ ജയിച്ച കർത്താവ് നമുക്ക് മുൻപേ നടക്കുകയാൽ നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നതിനാൽ സകലത്തിലും നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കുവാൻ കാരണമാകുന്നു. ദൈവം ആ ജയം ക്രിസ്തേശു മുഖാന്തരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളുടെ കർത്താവേ, ക്രിസ്തേശു മുഖാന്തരം ഞങ്ങൾക്ക് സകലത്തിലും ജയം തരുന്ന പിതാവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യത്തിനും
ഈ നേരത്തെ ദിവസം അവിടുത്തെ സ്നേഹത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.